ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതി വരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞെത്തിയത്. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പ്ലേലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടി റെഫർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സോടുകൂടി നമ്മൾ ഏകദേശം ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്ക് മുഴുവനായിട്ട് കവർ ചെയ്യും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നൊക്കെ അനലൈസ് ചെയ്യാൻ കഴിയും. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. 8ാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയായിരുന്നു കാലഘട്ടം. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ? മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം തുടങ്ങിയവ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഹരോ ഡോമർ മോഡൽ, അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. അത് ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു? 1ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതുപോലെയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാനവ വികസനത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയൊക്കെയായിരുന്നു. എന്തൊക്കെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയവ. ഈ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ നേട്ടങ്ങൾ ഒന്ന് നോക്കാം. പ്രധാനമന്ത്രി റോസ്ഗർ യോജന, 1992 വന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, 1993 പഞ്ചായത്തി രാജ്, 1995 ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി, 93 മഹിളാ സമൃദ്ധി യോജന, 95 മിഡ് ഡേ മീൽ സ്കീം, 1996 ഗാന്ധിയൻ സീരീസ് നോട്ടുകൾ, 92 നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതുപോലെ 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ജനകീയാസൂത്രണം നിലവിൽ വന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1996 ഓഗസ്റ്റ് 17 അത്. 5.6% വളർച്ചാ നിരക്കായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. നമുക്ക് 6.8% നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിനർത്ഥം എന്താ? ഈ പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു എന്നതാണ് അതിനർത്ഥം. അപ്പം നമുക്ക് 8ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. 92 മുതൽ 97 വരെയായിരുന്നു കാലഘട്ടം. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ഇവയൊക്കെയായിരുന്നു ലക്ഷ്യം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയ്ക്കായിരുന്നു പ്രധാന ഘടകങ്ങൾ. പ്രധാനമന്ത്രി റോസ്ഗർ യോജന, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ്, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത്, മഹിളാ സമൃദ്ധി യോജന, മിഡ് ഡേ മീൽ സ്കീം, നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഇതൊക്കെ പ്രധാന നേട്ടങ്ങളായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന നേട്ടങ്ങളായിരുന്നു. ഇനി നമുക്ക് 9ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയാണ്. സ്ലൈഡിൽ ഒരു തെറ്റുണ്ട്, 2002 ആണ് കേട്ടോ ആൻസർ. കാലഘട്ടം എന്ന് പറയുന്നത് 2002 സ്ലൈഡിൽ തെറ്റുണ്ട്, ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ 9ാം പഞ്ചവത്സര പദ്ധതി. ഏതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ? ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം കൊടുക്കൽ, അതേപോലെ കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി പറയാം. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസ സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. കാലഘട്ടം 1997 മുതൽ 2002 വരെയായിരുന്നു. സ്ലൈഡിലെ തെറ്റ് ഓർക്കണേ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇത്. ഇനി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതി എന്നുകൂടി ഈ 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
പ്രധാന പ്രവർത്തനങ്ങൾ ആദ്യത്തേത് 1998 രണ്ടാമത്തെ ആണവ പരീക്ഷണം. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ആണവ പരീക്ഷണത്തിന് ഒരു രഹസ്യനാമം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതെന്ന് അറിയാമായിരുന്നു? ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ആ രഹസ്യനാമം. 1998 ഈ രണ്ടാം ആണവ പരീക്ഷണം നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു. അതുപോലെ കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീഘടക പദ്ധതി തുടങ്ങിയത് 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താൻ സർവശിക്ഷ അഭിയാൻ 2001 തുടങ്ങി. ഭീകരവാദം തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് പോട്ട ആക്ട് പാസ്സാക്കി. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 മാർച്ച് 24 പാസ്സാക്കിയത്. അതുപോലെ 1997 ബാലികാ സമൃദ്ധി യോജന, 2000 അന്ത്യോദയ അന്ന യോജന, 2000 തന്നെ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇതൊക്കെ 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന പ്രവർത്തനങ്ങളാണ്. 6.5% വളർച്ചാ നിരക്കായിരുന്നു ലക്ഷ്യമിട്ടത്. നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് 5.4%. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു എന്ന്. കാലഘട്ടം 97 മുതൽ 2002 വരെയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇത്. പ്രധാന ലക്ഷ്യങ്ങൾ പറഞ്ഞു. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. പിന്നെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. അതിന് കാരണം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടതൊക്കെയായിരുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ പറഞ്ഞു. വർഷങ്ങൾ സഹിതം ഓർത്തു വയ്ക്കുക, അത് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് 2020 KS പരീക്ഷയിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതൊന്ന് നോക്കാം. കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ നമ്മൾ വേറൊരു സെക്ഷനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് നോക്കാം. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ. എ യുണീക്ക് ഒബ്ജക്റ്റീവ് ഓഫ് ദ 8th പ്ലാൻ ഈസ് അച്ചീവിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതായത് ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതാണോ? അതല്ല 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് elementary education and thereby eradicating literacy in the age group of 15 to 35 years. അത് കറക്റ്റാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കിയത് അത് കറക്റ്റാണ്. അച്ചീവിങ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 2.4%. അത് തെറ്റാണ്. 8ാം പഞ്ചവത്സര പദ്ധതി 5.6% ആയിരുന്നു ലക്ഷ്യം. എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് സോൾവിങ് ഫോറിൻ എക്സ്ചേഞ്ച് പ്രോബ്ലം. അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കി. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. കൂടുതൽ നമുക്ക് വേറൊരു സെഷനായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റ് പഞ്ചവത്സര പദ്ധതികൾ കൂടി കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.